അല്ല, ഞങ്ങളതിന് സമരവുമായി മുന്നോട്ട് പോകും. നിങ്ങൾ ഒന്ന് കാലയലേക്കുന്നത് ഇവർ പേടിച്ചിട്ടാണ്, അവർക്കെതിരെ നടപടിയെടുക്കാത്തത് ഭയന്നിട്ടാണ്. കൂടുതൽ ആളുകളുടെ പേരുകൾ ഇവർ പറയും. അവർ കൊടുത്തിരിക്കുന്ന മൊഴിയെ കൊണ്ട് തുടർന്നുള്ള അന്വേഷണം നടത്തിയാൽ ജയിലിലേക്കുള്ള ഘോഷയാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. CPM നേതാക്കന്മാരുടെ ശബരിമല കേസിൽ ഇനിയും ഒരുപാട് ആളുകൾ ജയിലിലേക്ക് പോകും. കാരണം ഇതൊരു വലിയ ഗൂഢാലോചന ഒരു പ്രാവശ്യം നടത്തിയിട്ടാണ് കട്ടത്ത് ആരും അറിയാതെ വന്നപ്പോൾ വീണ്ടും ഒന്നും കൂടി കക്കാൻ വേണ്ടി 2024 ശ്രമിച്ചു. അപ്പോഴാണ് കോടതി പിടിച്ചത്. അതാണ് ഗൗരവമുള്ള കാര്യം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ ഒരു ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ഗവൺമെൻറ് കുട പിടിച്ചു കൊടുത്തുകൊണ്ട് ഇത്രയും ഒരു മോഷണം അമ്പലം അങ്ങനെ തന്നെ വിഴുങ്ങിയിരിക്കുക. തീർച്ചയായിട്ടും ഉജ്ജ്വലമായ വിജയം UDF നേടും. കാസർഗോഡ് ജില്ലയിലെ പല പഞ്ചായത്തുകളിലും UDFിന്റെ ശക്തി എന്നാണ് പടന്ന പഞ്ചായത്ത്, ഒരുപക്ഷെ DC പ്രസിഡന്റ് തൊട്ടടുത്ത പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ ലീഗിനകത്ത് വലിയ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അവിടെ എതിർ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പരിഹരിക്കും. 1-2 സ്ഥലങ്ങളിലൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തേക്ക് താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ നിസ്സാരമായ പ്രശ്നങ്ങളാണ്. അത് പരിഹരിക്കാനുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എത്തി പഞ്ചായത്ത് കമ്മിറ്റി ഉൾപ്പെടെ അല്ല, ഉഭയകക്ഷി ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കും. ഇനി മോർ BJPക്ക് ഈ കേരളത്തിൽ അവർക്ക് ഒരു 6,000 സ്ഥാനാർത്ഥികൾ പോലും ഇല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഫലപ്രദമായൊരു മത്സരം മുന്നോട്ട് വയ്ക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ പോലും അവരുടെ സാന്നിധ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ പോലും അവർ വളരെ പിന്നോക്കം പോയിരിക്കുകയാണ്. BJPയിൽ നടക്കുന്ന അന്തഛിദ്രം BJPയെ സംഘടനാപരമായി ദുർബലപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല, കേരളത്തിൻ്റെ ഒരു സെക്യുലർ മനോഭാവമുള്ള ജനങ്ങളാണ് കേരളത്തിൽ. BJPക്കൊന്നും ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിൽ ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കേരളത്തിലെ ഗവൺമെൻറ്റും കേരളത്തിലെ CPMഉം കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്ര BJP നേതൃത്വത്തിന് മുമ്പിൽ വിധേയരായിട്ട് കുനിഞ്ഞു നിൽക്കുകയാണ്. 2 വിഷയങ്ങളാണ് മന്ത്രിസഭയെയും പാർട്ടിയെയും പോലും പറ്റിച്ചുകൊണ്ട് PM ശ്രീ വിഷയത്തിലും ലേബർ കോഡ് വിഷയത്തിലും CPM തീരുമാനമെടുത്തത്. PM ശ്രീ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാസർഗോഡ് മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയാണ്.